ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഒരു പുതിയ സീരീസ് ആരംഭിച്ച കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തു. NCERTയുടെ 11th and 12th സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് മാക്രോ എക്കണോമിക്സിൻ്റെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന പോർഷൻ, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ ആ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്ന ഈ പോർഷൻ വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് GDPയും അതുപോലെ തന്നെ GDP എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ GDP എന്താണ്, GDP എങ്ങനെയൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം? അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലേ, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നുള്ളതാണ് GDP. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നുള്ളതാണ് GDP എന്ന് പറയുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നുള്ളതാണ് GDP എന്ന് പറയുന്നത്. എന്താണ് GDP എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഫൈനാൻഷ്യൽ ഇയർ. അതായത് ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര മേഖലയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് GDP എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഉദാഹരണം പറഞ്ഞാൽ 2022 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെ ഇതൊരു സാമ്പത്തിക വർഷമാണല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇത് ഇന്ത്യ ആണെന്ന് വിചാരിക്കും. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി, അതായത് ഇന്ത്യ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ, ലക്ഷദ്വീപ്, ആൻഡമാനും, നമ്മുടെ ഇന്ത്യയുടെ സമുദ്ര അതിർത്തി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി അല്ലേ, ഇന്ത്യയുടെ ആഭ്യന്തര പ്രദേശം. ഇതിനകത്ത് 2022 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെ എന്തെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, സർവീസസ് കൊടുക്കുന്നതാകാം, ഇതല്ലേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇതിന്റെ എല്ലാത്തിൻ്റെയും മണി വാല്യൂ, വെറുതെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല, മണി വാല്യൂ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി, മോണിറ്ററി വാല്യൂ അല്ലെ, പൈസയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര മേഖലയ്ക്കകത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ ആകെ തുകയാണ് GDP എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്നെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള വ്യക്തികളാകാം, അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആകാം അല്ലേ. അതായത് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്ത് ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, അതുപോലെ ഒരുപാട് വിദേശികളില്ലേ, വിദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് വരുന്നവരുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് വരുന്നവരുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഇന്ത്യക്കകത്താണ് ആ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇന്ത്യയുടെ GDPയുടെ ഭാഗമാണ്. ആര് ചെയ്യുന്നു എന്നുള്ളതല്ല, ഒരു സാമ്പത്തിക വർഷം ഇന്ത്യക്കകത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിൻ്റെ എല്ലാം മണി വാല്യൂ, പണമൂല്യമാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു GDPയിൽ നിന്നാണ് നമ്മൾ മറ്റു കാര്യങ്ങളിലോട്ട് പോകുന്നത്. GNP, NNP, NDP അതെല്ലാം നമുക്ക് നോക്കാം. അതിലെല്ലാം നമ്മൾ പോകുന്നു. അപ്പോൾ GDP ആണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് GDP എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ GDP അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്ത് GDP കണക്കാക്കുന്നു? പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് ഇൻകം മെത്തേഡ്, വരുമാന രീതി. ഓക്കെ. രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. മൂന്നാമത്തത് പ്രോഡക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേര് വാല്യൂ ആഡഡ് മെത്തേഡ്, ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി. അങ്ങനെ 3 മെത്തേഡുകളാണ് GDP കണക്കാക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ GDP എസ്റ്റിമേറ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണുള്ളത്. ഇൻകം മെത്തേഡ്, വരുമാന രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി, പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്, ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി. ഇവിടെ നോക്കിയപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് എന്നിങ്ങനെ 3 രീതികളാണ് പ്രധാനമായിട്ടും നമ്മുടെ മുന്നിലുള്ളത്. അതിൽ ഓരോ രീതികളിലും എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി. അതാണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ അതിനെ വാല്യൂ ആഡഡ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. വാല്യൂ ആഡഡ് മെത്തേഡ്. ഓക്കെ,
അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ജി ഡി പി? പ്രധാനമായിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയും. ഈ ഒരു പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പ്രൈമറി സെക്ടറിൽ നിന്നും സെക്കൻഡറി സെക്ടറിൽ നിന്നും ടെർഷറി സെക്ടറിൽ നിന്നുള്ള ടോട്ടൽ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റും ഉൽപ്പന്നവും സർവീസസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ജി ഡി പി കിട്ടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് മെത്തേഡ് പറയുന്നത് എന്താ? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട മേഖലകളാണല്ലോ ഉള്ളത്. ഈ 3 മേഖലയിൽ നിന്നുള്ള പ്രോഡക്റ്റും പ്രൊഡക്ഷനും അല്ലെങ്കിൽ പ്രോഡക്റ്റുകളും സർവീസുകളും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ജി ഡി പി കിട്ടണം. ഓക്കെ അല്ലേ? നമുക്കൊരു ഉദാഹരണം നോക്കാം. എന്നിട്ട് ജി ഡി പി കിട്ടുന്നുണ്ടോ നോക്കാം. ഒരു ഉദാഹരണം പറയുകയാണെ. എ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരു ഫാർമറാണ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 50 രൂപയ്ക്ക് ഗോതമ്പ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാർമറാണ്. അതിനുശേഷം അദ്ദേഹം ബി എന്ന് പറയുന്ന ഒരു ഫ്ലോർ മില്ല് അറിയാമല്ലോ, ഈ ഗോതമ്പൊക്കെ പൊടിച്ച് മാവാക്കുന്ന ആട്ടയാക്കുന്ന ആ മില്ലുകാരന് വിറ്റു. അപ്പൊ ഈ ഫ്ലോർ മില്ലുകാരൻ കർഷകന് കൊടുത്ത പൈസയാണ് 50 രൂപ. ഈ പറയുന്ന കർഷകൻ ഗോതമ്പ് ഒരു മില്ലിൽ കൊടുത്തപ്പോൾ മില്ലുകാരൻ ആ ഗോതമ്പിങ് മേടിച്ചിട്ട് കർഷകന് 50 രൂപ കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ കർഷകന്റെ വരുമാനം ഇവിടെ 50 ആണെന്ന് അറിയാം. ഇനി ഫ്ലോർ മില്ലുകാരൻ എന്ത് ചെയ്തു? ഇതിനെ എന്താക്കി മാറ്റി? ഫ്ലോർ ആക്കി മാറ്റി. ഫ്ലോർ എന്ന് വെച്ചാൽ അതിനെ മാവാക്കി മാറ്റി, ആട്ടയാക്കി മാറ്റി ഗോതമ്പിന്. അതിനുശേഷം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് തൊട്ടടുത്തുള്ള സി എന്ന് പറയുന്ന ഒരു ബേക്കറിയിലുള്ള ഒരു വ്യക്തിക്ക് വിൽക്കുന്നു. ഓക്കെ, ഒരു ബേക്കറിന് വിൽക്കുന്നു. അപ്പൊ ബേക്കറി കടക്കാരൻ എന്ത് ചെയ്തു? ഈ ഫ്ലോർ മില്ലുകാരന് ഒരു 80 രൂപ കൊടുത്തു. ഓക്കെ, ഫ്ലോർ മില്ലുകാരൻ എത്ര രൂപ കൊടുത്തു? 80 രൂപ കൊടുത്തു. അപ്പൊ ഫ്ലോർ മില്ലുകാരന്റെ വരുമാനം 80 രൂപ. അതായത് 80 രൂപയ്ക്ക് ഈ പറയുന്ന ഗോതമ്പ് മാവിന് ബേക്കറി കടക്കാരന് വിറ്റു. അതിനുശേഷം ബേക്കറി കടക്കാരൻ ഇതിന് എന്താക്കി മാറ്റി? ഒരു കേക്ക് ആക്കി മാറ്റി. ബേക്കറി കടക്കാരൻ കേക്ക് ആക്കി മാറ്റിയതിനു ശേഷം സാധാരണ കൺസ്യൂമർ, നമ്മുടെ സാധാരണ ഉപഭോക്താവ് ഉണ്ടല്ലോ, അയാൾക്ക് ഇതിനെ ഒരു 100 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ബേക്കറി കടക്കാരന്റെ വരുമാനം 100 രൂപ. ഓക്കെ ആണല്ലോ? ഫാർമറിന് കിട്ടിയ വരുമാനം 50 രൂപ, ഫ്ലോർ മില്ല് കടക്കാരന് കിട്ടിയ വരുമാനം 80 രൂപ, ബേക്കറി കടക്കാരന് കിട്ടിയ വരുമാനം 100 രൂപ. ഇനി ജി ഡി പി എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് മെത്തേഡ് വഴി? ഞാൻ പറഞ്ഞു ഇത് പ്രൈമറി സെക്ടർ അല്ലേ, ഫാർമർ എന്ന് പറയുന്ന കർഷകൻ. ഇനി സെക്കൻഡറി സെക്ടർ അല്ലേ, ദ്വിതീയ മേഖല, ഫ്ലോർ മില്ല് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് മറ്റൊന്നാക്കി മാറ്റി. ഇനി ബേക്കറി കടക്കാരൻ വിൽക്കുകയാണ് ചെയ്യുന്നത്, ട്രേഡ് ബേക്കറി, അതൊരു ടെർഷറി സെക്ടർ അല്ലേ. അപ്പൊ പ്രൈമറി സെക്ടർ പ്ലസ് സെക്കൻഡറി പ്ലസ് ടെർഷറി, അങ്ങനെയാണ് നമുക്ക് ജി ഡി പി കിട്ടുക. അങ്ങനെ ആകുമ്പോൾ ഇവിടെ പ്രാഥമിക മേഖല കർഷകന്റെ വരുമാനം 50 പ്ലസ് ഫ്ലോർ മില്ല് കടക്കാരന്റെ വരുമാനം 80 പ്ലസ് ബേക്കറി കടക്കാരന്റെ വരുമാനം 100. അപ്പൊ ടോട്ടൽ എത്രയാണ്? 230. അതാണല്ലോ ജി ഡി പി. ആണോ? അതാണോ ജി ഡി പി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതാണോ ജി ഡി പി? അതാണോ ജി ഡി പി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ 3 പേരുടെയും വരുമാനം കൂട്ടിയാൽ, പ്രാഥമിക മേഖലയിലുള്ള ആളുടെയും സെക്കൻഡറി സെക്ടറിലുള്ളയും ടെർഷറി സെക്ടറിലെയും വരുമാനം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ജി ഡി പി കിട്ടുന്നു. ശരിയാണോ? അല്ല, ശരിയല്ല. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? കർഷകന്റെ വരുമാനം 50. ഓക്കെ, നമുക്ക് സമ്മതിച്ചു, കർഷകന്റെ വരുമാനം 50 ആണെന്ന് നമ്മൾ സമ്മതിച്ചു. ഇനി ഫ്ലോർ മില്ല് കടക്കാരന്റെ വരുമാനം 80. അത് സമ്മതിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? കാരണം ഫ്ലോർ മില്ല് കടക്കാരന്റെ വരുമാനം 80 എന്ന് പറയുമ്പോൾ ഈ 80-നകത്ത് അദ്ദേഹം കർഷകന് കൊടുത്ത 50 രൂപയുണ്ട് അല്ലേ? കർഷകന് കൊടുത്ത 50 രൂപയുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഇദ്ദേഹം അതിനെ വീറ്റ് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഫ്ലോർ ആക്കി, ഗോതമ്പ് മാവാക്കി മാറ്റാൻ ഇദ്ദേഹം പണിയെടുത്ത് എത്രയാ? 30 രൂപയാണ്. 30 രൂപ, അതായത് 50 രൂപയ്ക്ക് ഗോതമ്പ് വാങ്ങിച്ചു, അതിൻ്റെ മേലെ 30 രൂപയ്ക്ക് വർക്ക് ചെയ്തതിന് ശേഷമാണ് 80 രൂപയ്ക്ക് വിൽക്കുന്നത്. ആക്ച്വലി പുള്ളിക്കാരൻ എത്ര രൂപയ്ക്ക് അവിടെ പണിയെടുത്തിട്ടുള്ളൂ? 30 രൂപ. ഇതിനെയാണ് നമ്മൾ വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്, മൂല്യവർദ്ധനവ്. വാല്യൂ അഡിഷൻ. പുള്ളി എത്ര മൂല്യവർദ്ധനവ് നടത്തി, മുഴുവൻ എത്ര രൂപയ്ക്ക് വിറ്റു എന്നല്ല, പുള്ളി 50 രൂപയ്ക്ക് വാങ്ങിച്ച സാധനത്തിന് മേലെ എത്ര രൂപയ്ക്ക് പണിയെടുത്തു? 30 രൂപയ്ക്കുള്ള പണിയെടുത്തുള്ളൂ. അപ്പൊ സെക്കൻഡ് ഈ ഫ്ലോർ മില്ലുകാരന്റെ വാല്യൂ അഡിഷൻ 30. ഇനി ബേക്കറി കടക്കാരന്റെ വരുമാനം 100 എന്ന് പറയുന്നു. ശരിയാണോ? അല്ല. ഈ 100-നകത്ത് ഫാർമറിന്റെ 50 ഉണ്ട്, ഈ ഫ്ലോർ മില്ല് കടക്കാരന്റെ വാല്യൂ അഡിഷൻ 30 ഉണ്ട്, പ്ലസ് ബേക്കറി കടക്കാരൻ അതിനെ കേക്കാക്കി മാറ്റാൻ 20 രൂപയ്ക്ക് പണിയെടുത്തിട്ടുള്ളൂ. അപ്പൊ ബേക്കറി കടക്കാരന്റെ വാല്യൂ അഡിഷൻ 20. പറഞ്ഞ ക്ലിയർ ആയോ? ഫാർമർ 50 രൂപയ്ക്ക് പണിയെടുത്തു. അപ്പൊ ഫാർമറുടെ വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത് 50 രൂപ തന്നെയാണ്. അതേസമയം രണ്ടാമത്തെ ഈ ഫ്ലോർ മില്ല് കടക്കാരന്റെ വാല്യൂ അഡിഷൻ 80 അല്ല, അത് 30 ഉള്ളൂ. 80 അല്ല, അത് 30 ആണ്. അതെങ്ങനെ കിട്ടി? ഫാർമറുടെ പ്രൊഡക്ഷൻ, ഫ്ലോർ മില്ല് കടക്കാരന്റെ പ്രൊഡക്ഷൻ 80 മൈനസ് അദ്ദേഹം വാങ്ങിച്ച ഗോതമ്പിന്റെ വില, അതിനാണ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുന്നത്. 80 - 50 ചെയ്തപ്പോൾ നമുക്ക് 30 കിട്ടി. അതാണ് അദ്ദേഹത്തിന്റെ വാല്യൂ അഡിഷൻ, മൂല്യവർദ്ധനം.
ഇനി ബേക്കറി കടക്കാരൻ്റെ വാല്യൂ അഡിഷൻ ആണെങ്കിലോ അത് എത്രയേ ഉള്ളൂ? ഈ 100-ൽ നിന്ന് 100 എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ, കേക്കിന്റെ വില 100 മൈനസ് ഗോതമ്പ് മാവ് വാങ്ങിച്ച വില 80. അപ്പൊ 100 മൈനസ് 80 20 ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50 പ്ലസ് 30 പ്ലസ് 20 100 എന്ന് കിട്ടും. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? GDP എന്ന് പറയുന്നത്. 50 പ്ലസ് 30 പ്ലസ് 20 100 എന്ന് കിട്ടും. അല്ലാതെ 230 അല്ല. 230 എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ടോട്ടൽ നമ്മൾ വാല്യൂ ആഡ് ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ എന്താ സംഭവം? ഈ 230 ആകുമ്പോഴുള്ള പ്രശ്നം എന്താ? ഈ 80-നകത്ത് കർഷകന്റെ 50 വരുന്നു, ഈ 100-നകത്ത് കർഷകന്റെ 50-ഉം ബേക്കറി ഫ്ലോർ മില്ലുകാരന്റെ 30-ഉം വരുന്നു. ഒരു സാധനം വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഒരു സാധനം വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നു. അപ്പൊ ദേശീയ വരുമാനം GDP ഇരട്ടിക്കുന്നതിന് കാരണമാകുന്നു. അതൊഴിവാക്കാൻ നമ്മളിവിടെ വാല്യൂ അഡിഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ, VA, അല്ലാതെ മുഴുവൻ വാല്യൂ നമ്മൾ എടുക്കുന്നില്ല. 50 മുഴുവനായിട്ട് എടുക്കും, കാരണം അത് കർഷകന്റെ വിലയാണ്. 80 മുഴുവനായിട്ട് എടുക്കില്ല, കാരണം അതിനകത്ത് 50 രൂപ കർഷകന്റെ വാല്യൂ ആണ്. 80-ൽ നിന്ന് 50 കുറയ്ക്കുന്നു. ഫൈനൽ പ്രൊഡക്ഷൻ ഇന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. എന്താണ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ? ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച റോ മെറ്റീരിയൽസിന്റെ വില. 80-ൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ 50 കുറയ്ക്കും, 30 കിട്ടും. അതാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന വാല്യൂ അഡിഷൻ. അതിനുശേഷം 100, അത് മുഴുവൻ എടുക്കില്ല. അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഗോതമ്പ് മാവിന്റെ വില, കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിച്ച റോ മെറ്റീരിയലിന്റെ വില കുറയ്ക്കുന്നു. 80 കുറയ്ക്കുമ്പോൾ 20 കിട്ടും. അതാണ് എനിക്ക് 20 മീൻസ് 50 പ്ലസ് 30 പ്ലസ് 20 100. അതാണ് GDP. ഇതിനെ നമ്മൾ GVA എന്നും വിളിക്കാറുണ്ട്, ഗ്രോസ് വാല്യൂ ആഡഡ്. കാരണം ഇതെല്ലാം വാല്യൂ അഡിഷൻ അല്ലേ. വാല്യൂ ആഡഡ് 1 പ്ലസ് വാല്യൂ ആഡഡ് 2 പ്ലസ് വാല്യൂ ആഡഡ് 3, ഗ്രോസ് വാല്യൂ ആഡഡ്. ഗ്രോസ് എന്ന് വെച്ചാൽ ടോട്ടൽ സം ആണെന്ന് നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ 3 VA, വാല്യൂ ആഡഡ് 1 പ്ലസ് വാല്യൂ ആഡഡ് 2 പ്ലസ് വാല്യൂ ആഡഡ് 3, നമുക്ക് എന്ത് കിട്ടും? GVA, ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കുന്ന മറ്റൊരു പേര് വാല്യൂ ആഡഡ് മെത്തേഡ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇവിടെ മുഴുവൻ പ്രോഡക്റ്റ് അല്ല നമ്മൾ എടുക്കുന്ന, വാല്യൂ അഡിഷൻ മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ വാല്യൂ ആഡഡ് മെത്തേഡ്, മൂല്യവർദ്ധിത രീതി. മൂല്യവർദ്ധനവ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്ത് ഞാൻ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ചെയ്തു, കൂടുതലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്ത് മൂല്യവർദ്ധന ഉണ്ടായി എന്നുള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. മുഴുവൻ വിലയും നമ്മൾ എടുക്കത്തില്ല. അതുകൊണ്ട് അതിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് വഴി കിട്ടുന്ന GDP-നെ നമ്മൾ GVA എന്ന് വിളിക്കുന്നു, ഗ്രോസ് വാല്യൂ ആഡഡ്. കാരണം ആ പ്രൈമറി സെക്ടർ എന്നുള്ള വാല്യൂ ആഡഡ്, സെക്കൻഡറി സെക്ടർ എന്നുള്ള വാല്യൂ ആഡഡ്, ടെർഷറി സെക്ടർ എന്നുള്ള വാല്യൂ ആഡഡ്, ഗ്രോസ് വാല്യൂ ആഡഡ്, മൊത്തത്തിലുള്ള മൂല്യവർദ്ധനം. അതാണ് GVA എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ രീതി. ക്ലിയർ ആയല്ലോ? പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്. കണ്ടല്ലോ, വാല്യൂ അഡിഷൻ. ഇവിടെ നോക്കി, ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ, ലെറ്റ് us suppose on an year the total value of wheat that a farmer produces 100. ഒരു കർഷകൻ പ്രൊഡ്യൂസ് ചെയ്ത വീറ്റിന്റെ വില 100 രൂപയാണ്. അതിൽ നിന്ന് അദ്ദേഹം 50 രൂപയ്ക്കുള്ള വീറ്റ്, they have sold 50 worth to the wheat to the baker. ബേക്കറി കടക്കാരന് 50 രൂപയ്ക്കുള്ള വീറ്റ് വിറ്റു. ഓക്കെ അല്ലേ? അതിനുശേഷം the baker have used the amount of wheat completely during the year, have produced 200 worth of bread. ഇതിനകത്ത് പറയുന്നത് എന്താ? അപ്പൊ 100 രൂപയ്ക്ക് ഒരു കർഷകൻ വീറ്റ് ഉൽപ്പാദിപ്പിച്ചു. അതിനുശേഷം 100 രൂപയ്ക്കകത്തുള്ള വീറ്റിൽ നിന്ന് 50 രൂപയ്ക്കുള്ള വീറ്റ് ഒരു ബേക്കറി കടക്കാരന് വിറ്റു. ബേക്കറി കടക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ 50 രൂപയ്ക്കുള്ള വീറ്റ് യൂസ് ചെയ്തിട്ട് 200 രൂപയ്ക്കുള്ള ബ്രെഡ് ഉണ്ടാക്കി എന്ന് പറയുന്നു. അതിനിവിടെ നോക്കിയേ, ഫാർമറിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ 100. അപ്പൊ ഫാർമറിന്റെ വാല്യൂ അഡിഷൻ 100 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫാർമർ വേറെ റോ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തില്ല, ഫാർമറിന്റെ വാല്യൂ അഡിഷൻ 100. പക്ഷെ ബേക്കറി കടക്കാരൻ 200 രൂപയ്ക്കുള്ള ബ്രെഡ് ഉണ്ടാക്കിയപ്പോൾ 50 രൂപ എന്ന് പറയുന്ന ഈ ഫാർമറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഗുഡ്സ് ആണ്. അപ്പൊ അതവിടെ കുറയ്ക്കണം. അതിനാണ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കി 150 കിട്ടും. ബേക്കറുടെ വാല്യൂ അഡിഷൻ 150. അതുകൊണ്ട് അതിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ടോട്ടൽ പ്രൊഡക്ഷൻ മൈനസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ചെയ്യുമ്പോഴാ വാല്യൂ അഡിഷൻ കിട്ടുക. പറഞ്ഞ ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പൊ ഇതിനാണ് GVA എന്ന് പറയുന്നത്. അപ്പോൾ GDP, നമ്മുടെ ഈ പറയുന്ന പ്രോഡക്റ്റ് മെത്തേഡ് വഴിയുള്ള GDP-നെ നമ്മൾ വിളിക്കുന്ന പേരാണ് GVA, ഗ്രോസ് വാല്യൂ ആഡഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടേം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു കാര്യം, ഗ്രോസ് ആയിട്ടുള്ള സാധനങ്ങളെ നമുക്ക് നെറ്റ് ആക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഓർക്കുന്നവരൊന്ന് പറഞ്ഞേ. ഗ്രോസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്, ഗ്രോസ് എന്ന് വെച്ചാൽ മൊത്തം, നെറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഗ്രോസിനെ നെറ്റ് ആക്കാൻ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം അല്ലെ. അപ്പൊ GDP-നെ ഡിപ്രീസിയേഷൻ കുറച്ചാൽ G മാറി N ആയി NDP ആകും.
GVA-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ G മാറി N ആയി NVA ആകും. അപ്പൊ നിങ്ങളുടെ ചോദ്യം ചോദിക്കുകയാണ്, ഗ്രോസ് വാല്യൂ ആഡഡിനെ നമുക്ക് നെറ്റ് വാല്യൂ ആഡഡ് ആകാൻ എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യേണ്ട, ഡിപ്രീസിയേഷൻ അങ്ങ് കുറച്ചാൽ മതി. ഡിപ്രീസിയേഷൻ ഒരു ചിലവാണ്. അപ്പൊ ഗ്രോസ് വാല്യൂ ആഡഡ്, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് വാല്യൂ ആഡഡ് കിട്ടും. മനസ്സിലായോ? പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ പുതിയൊരു ഫോർമുല, പ്രോഡക്റ്റ് മെത്തേഡ് കണ്ടുപിടി, GDP കണ്ടുപിടിക്കാവുന്നത് വാല്യൂ ആഡഡ്, 3 സെക്ടറിൽ നിന്നുള്ള വാല്യൂ അഡിഷൻ കൂട്ടിയാൽ നമുക്ക് GVA കിട്ടും. ഇനി GVA-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ എന്ത് കിട്ടും? NVA കിട്ടും. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരു ടേം ആണ് ഞാനിവിടെ പറയുന്നത്, ഇത് മറക്കരുത്. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് കിട്ടണം, അല്ലെങ്കിൽ നെറ്റിനൊപ്പം ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ ഗ്രോസ് കിട്ടണം. ഇനി വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, GDP-യിൽ നിന്ന് NDP കിട്ടാൻ എന്ത് ചെയ്യണം? G എന്ന് വെച്ചാൽ ഗ്രോസ്, N എന്ന് വെച്ചാൽ നെറ്റ്. ഇവിടെ DP മാറിയിട്ടില്ല, അതുപോലെ തന്നെ നിൽക്കുന്നു. ഗ്രോസും നെറ്റും മാത്രം മാറി. അപ്പൊ നമുക്കറിയാം G മാറി, N മാത്രമേ മാറ്റേണ്ടതുള്ളൂ. ഡിപ്രീസിയേഷൻ കുറച്ചാൽ NDP കിട്ടും. ഇനി GVA-യിൽ നിന്ന് NVA കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ G മാത്രമേ മാറിയിട്ടുള്ളൂ, ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ്, അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, G മാറി N ആകുന്നു. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, അപ്പൊ G മാറി N ആകാൻ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പൊ GNP-യിൽ നിന്ന് NNP കിട്ടാൻ ഇവിടെ G മാത്രമേ മാറിയുള്ളൂ, അപ്പൊ നമുക്ക് ഡിപ്രീസിയേഷൻ കുറച്ചു കൊടുത്താൽ മതി. അതാണ് ഒന്നാമത് നിങ്ങൾ പഠിക്കാനുള്ള ഫോർമുല, ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ നെറ്റ്. ഓക്കെ അല്ലേ? G മാറി N ആക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ബാക്കി അടുത്തുള്ള ടേമുകൾ D മാറി N ആക്കണം, അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം. ഈ ഫോർമുല മനസ്സിൽ കുറിച്ചിട്ടോളൂ, ഇതിൽ നിന്ന് ചോദ്യം വന്നാൽ തെറ്റരുത്. ഗ്രോസ് മൊത്തം, ഗ്രോസ് വരുമാനം, നിങ്ങളുടെ മൊത്തം വരുമാനം. ഡിപ്രീസിയേഷൻ ഒരു ചെലവല്ലേ, ചെലവ് കുറയ്ക്കും നിങ്ങളുടെ നെറ്റ് വരുമാനം, അത്രേ ഉള്ളൂ. മൊത്തത്തിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ അറ്റ കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം രണ്ടാമത്തെ മെത്തേഡിനെ പറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, ഇവിടെ നമ്മൾ GDP-യുടെ GVA-യുടെ കാര്യമാണ് പറയുന്നത്. ഈ സാധനങ്ങൾ ഒന്നും നോക്കണ്ട, ആവശ്യമുള്ള സാധനം മാത്രം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. GDP, GVA തന്നെയാണ് GDP എന്ന് പറയുന്നത്, GVA തന്നെയാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞ പോലെ GVA-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ NVA കിട്ടും, അതുപോലെ തന്നെ GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ എന്ത് കിട്ടും? NDP കിട്ടും. ഓക്കെ, G മാറി N ആകുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അടുത്ത മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചിലവ് രീതി. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഇവിടെ സിമ്പിളായിട്ട് എന്താ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് പല ആൾക്കാരും ചിലവുകൾ ചെയ്യാറുണ്ട് അല്ലെ, പല രീതിയിലുള്ള ചിലവുകൾ നടത്താറുണ്ട്. ആ ചിലവുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ രാജ്യത്തെ GDP കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇൻകത്തിന്റെ സർക്കുലർ ഫ്ലോനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, അതായത് ഒരാളുടെ ഇൻകം മറ്റൊരാളുടെ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ മുഴുവൻ വരുമാനം കണ്ടെത്താൻ ഒന്നെങ്കിൽ എല്ലാവരുടെയും വരുമാനം കൂട്ടുക, അല്ലെങ്കിൽ എല്ലാവരുടെയും ചിലവ് കൂട്ടുക. അപ്പൊ എക്സ്പെൻഡിച്ചർ മെത്തേഡിന്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലേ? എല്ലാവരുടെയും ചിലവങ്ങ് കൂട്ടിയാൽ നമ്മുടെ രാജ്യത്തെ ദേശീയ വരുമാനം കിട്ടത്തില്ലേ? ആരുടെയൊക്കെ ചിലവുകളാണ് കൂട്ടാനുള്ള എക്സ്പെൻഡിച്ചർ മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഒന്ന് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, C എന്ന് പറയും. അതായത് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരെ ഭക്ഷണം കഴിക്കുന്നു, ഫോൺ വാങ്ങുന്നു, സിനിമയ്ക്ക് പോകുന്നു, ഇതെല്ലാം പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. ഞാൻ കാർ വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു, ഇതെല്ലാം പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, ആണല്ലോ. ഇന്ത്യക്കകത്ത് നടത്തുന്ന എക്സ്പെൻഡിച്ചർ, ഇന്ത്യക്കകത്ത് നിങ്ങൾ എന്തൊക്കെ, അതായത് ഇന്ത്യക്കകത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതാകാം, നിങ്ങൾ എന്തൊക്കെ പൈസ ചിലവാക്കുന്നുണ്ടോ, അതായത് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതാകാം, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങുന്നതാകാം, നിങ്ങൾ എന്തെല്ലാം കാശ് മുടക്കി എന്തൊക്കെ സാധനങ്ങൾ മേടിക്കുന്നു അതെല്ലാം പ്രൈവറ്റ് കൺസംഷൻ, C എന്ന് പറയും. ഇനി വേറൊരാൾ ചിലവാക്കുന്നത് ആരാ? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെ, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ G എന്ന് പറയാം. ഗവൺമെന്റിന് ചിലവാക്കുന്നില്ലേ, നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചിലവാക്കുന്നു, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെ പല എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇനി മറ്റൊന്ന് കമ്പനികൾ, സ്ഥാപനങ്ങൾ ചിലവാക്കുന്നു, അതാണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, I എന്ന് പറയാം. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, അപ്പോൾ സ്വകാര്യ വ്യക്തികൾ പൈസ ചിലവാക്കുന്നു, ഗവൺമെന്റ് ചിലവാക്കുന്നു, കമ്പനികൾ ചിലവാക്കുന്നു. ഇനി ഇത്രയായപ്പോൾ എല്ലാ ചിലവുകളും ആയോ? വ്യക്തികൾ ചിലവാക്കുന്നു, ഗവൺമെന്റ് ചിലവാക്കുന്നു, സ്ഥാപനങ്ങൾ ചിലവാക്കുന്നു, എല്ലാം ആയി അല്ലെ? ഡൗട്ട് ഒന്നുമില്ല, എല്ലാവരുടെയും ചിലവായി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ GDP എന്ന് പറയുമ്പോൾ, GDP എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഗുഡ്സിന്റെയും സർവീസസിന്റെയും വാല്യൂ ആണ് അവിടെ വരാനുള്ളത്.
നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി GDP കണക്കാക്കുമ്പോൾ ചെലവ് വെച്ചിട്ടാണ് നമുക്ക് GDP കണക്കാക്കുന്നത് അല്ലേ. സാധനങ്ങൾ എത്ര ഉൽപ്പാദിപ്പിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ എന്തൊക്കെ ചിലവായി, സ്വകാര്യ വ്യക്തികൾക്ക് എന്തൊക്കെ ചിലവായി, ഗവൺമെന്റ് എന്തൊക്കെ ചിലവായി, കമ്പനികൾക്ക് എന്തൊക്കെ ചിലവായി എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ GDP നോക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനി ബുള്ളറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നു, ബൈക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു 100 ബൈക്കുകൾ ഉൽപ്പാദിപ്പിച്ച് അതിലൊരു 80 എണ്ണം ഇന്ത്യയിൽ വിറ്റു, 20 എണ്ണം വിദേശ രാജ്യത്ത് കയറ്റുമതി ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിനകത്ത് ഇന്ത്യക്കകത്തുള്ള ജനങ്ങൾ ചെലവാക്കുന്ന പൈസക്കകത്ത് ഈ 100 എണ്ണത്തിൻ്റെയും വില വരുമോ അതോ 80 എണ്ണത്തിൻ്റെ വില മാത്രമാണോ വരുന്നത്? ബുള്ളറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള ആൾക്കാർ പൈസ ചിലവാക്കി വാങ്ങുമ്പോൾ 80 എണ്ണത്തിന്റെ വില മാത്രമല്ലേ വരത്തുള്ളൂ. കാരണം 80 എണ്ണം മാത്രമേ ഇന്ത്യയിൽ വിൽക്കുന്നുള്ളൂ, ബാക്കി 20 എണ്ണം വിദേശത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷേ ഈ 100 എണ്ണത്തിന്റെ വില നമ്മുടെ GDP ഉൾപ്പെടുത്തണ്ടേ? കാരണം ഗുഡ്സ് ആൻഡ് സർവീസസ് ഇന്ത്യക്കകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ബുള്ളറ്റ് ഇന്ത്യക്കകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ 100 എണ്ണത്തിന്റെ വില ഇന്ത്യയുടെ GDP-യിൽ വരണം. പക്ഷെ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിനകത്ത് 80 റോയൽ എൻഫീൽഡിന്റെ വില മാത്രമേ വന്നിട്ടുള്ളൂ, 20 എണ്ണത്തിന്റെയും കൂടെ വരണം. പക്ഷെ അത് വന്നിട്ടില്ല. അതുപോലെ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ബൈക്ക് ഉണ്ട്, അത് അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈക്കാണ്. അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈക്ക് ഒരു 10 എണ്ണം ഇന്ത്യയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഓക്കെ, 10 എണ്ണം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ആ 10 എണ്ണത്തിന്റെ വില നമ്മുടെ പ്രൈവറ്റ് കൺസംഷനകത്ത് വരത്തില്ലേ? ഹാർലി ഡേവിഡ്സൺ വരുമല്ലോ, കാരണം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നില്ല. അപ്പൊ നമ്മുടെ പ്രൈവറ്റ് കൺസംഷനകത്ത് വരും. അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. പക്ഷേ നമ്മുടെ GDP-ക്കകത്ത് വരണോ? വേണ്ട, കാരണം അത് വേറെ രാജ്യത്തെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്, ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്തല്ല. അതിന്റെ അർത്ഥം ഈ 20 റോയൽ എൻഫീൽഡ് നമ്മൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കയറ്റുമതി ചെയ്ത റോയൽ എൻഫീൽഡ് ഇവിടെ വന്നിട്ടില്ല, അത് നമ്മൾ ഉൾപ്പെടുത്തുകയും വേണം. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഹാർലി ഡേവിഡ്സന്റെ വില ഉൾപ്പെടുത്തുകയും വേണ്ട. അപ്പോൾ ഒരു സാധനവും കൂടെ അവിടെ വരണം. അതാണ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, X-M. അതിനെ നമുക്ക് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ചെയ്താൽ നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിയുള്ള GDP കിട്ടും. ഒന്ന് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ C, മറ്റൊന്ന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ G, മറ്റൊന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ I, മറ്റൊന്ന് നെറ്റ് എക്സ്പോർട്ട് X-M. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി. പറഞ്ഞാൽ മനസ്സിലായോ ചെലവ് രീതി? ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് C+I+G+X, X-M എന്നാണ് അവിടെ പറയുന്നത്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, നെറ്റ് എക്സ്പോർട്ട്. ഓക്കെ അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത് എക്സ്പോർട്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിയുള്ള GDP എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരാൻ കാരണം എന്താ? നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു, ഇൻകത്തിന്റെ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഒരാളുടെ ഇൻകം മറ്റൊരാളുടെ എക്സ്പെൻഡിച്ചർ ആണ്. നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം, ദേശീയ വരുമാനം കണ്ടെത്തണമെങ്കിൽ മൊത്തം ഇൻകം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തം എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുക. നമ്മളിവിടെ മൊത്തം എക്സ്പെൻഡിച്ചറും ആഡ് ചെയ്തു. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇൻകം മെത്തേഡ് ആണ്. മൂന്നാമത്തെ രീതി ഇൻകം മെത്തേഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കോൺസെപ്റ്റ് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണെ, ബാക്കി ഫോർമുലാസ് ഒന്നും വായിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമുല ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. C+I+G+I+X-M. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു ഫോർമുലയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിയുള്ള GDP കണ്ടുപിടിക്കാനുള്ള ഫോർമുലയായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു. എന്താ എക്സ്പെൻഡിച്ചർ മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള GDP-യുടെ ഫോർമുല? C+I+X-M. ഓക്കെ അല്ലേ? എന്തിനാ X-M എടുക്കുന്നത്? ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വാല്യൂ GDP-യിൽ ഉൾപ്പെടുത്തണം, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വാല്യൂ GDP-യിൽ ഉൾപ്പെടുത്തരുത്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ്. ഇത് സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ മുന്നത്തെ SCERT-യിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. മുൻപ് പഠിച്ച SCERT-യിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മുന്നത്തെ ചോദ്യ പേപ്പറുകളിൽ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞ് ഓർക്കുന്നുണ്ടായിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു? 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഏതൊക്കെയാണ് 4 ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ട 4 അടിസ്ഥാന ഘടകങ്ങൾ? ഒന്ന് ലാൻഡ്, മറ്റൊന്ന് ലേബർ, മറ്റൊന്ന് ക്യാപിറ്റൽ, മറ്റൊന്ന് ഓർഗനൈസേഷൻ. അല്ലേ? ലാൻഡ്, ഇതൊന്നും 4 വെറുതെ വർക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വരുമാനം, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചിലവുകളുണ്ട്. ലാൻഡിന് കൊടുക്കുന്നത് റെന്റ്, ലേബറിന് കൊടുക്കുന്നത് വേജസ്, ക്യാപിറ്റലിന് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പല ആൾക്കാർക്കും പല രീതിയിലാണ് ഇൻകം കിട്ടുക അല്ലേ? ചിലർക്ക് റെന്റ് ആയിട്ട് ഇൻകം കിട്ടും, ചിലർക്ക് വേജസ് ആയിട്ട് ഇൻകം കിട്ടും, ചിലർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും, ചിലർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് തന്നെയാണ് GDP.
നമ്മുടെ രാജ്യത്ത് മുഴുവൻ ആൾക്കാർക്കും കിട്ടുന്ന റെന്റ് പ്ലസ് വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇൻകം മെത്തേഡ് വഴിയുള്ള GDP കിട്ടും. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇൻകം മെത്തേഡ് വഴി GDP കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? ഇന്ത്യയിൽ എല്ലാവർക്കും വേജസ് ആയിട്ടല്ല വരുമാനം കിട്ടുന്നത്. ചിലർക്ക് ലാഭമായിട്ട്, ചിലർക്ക് ബിസിനസ് തുടങ്ങി ലാഭമായിട്ടായിരിക്കും കിട്ടുന്നത്, ചിലർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക, ചിലർക്ക് വീട് വാടക കൊടുത്ത് റെന്റിനായിരിക്കും കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻകം മെത്തേഡ് വഴിയുള്ള GDP R+W+I+P ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻകം മെത്തേഡ് വഴിയുള്ള GDP കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇൻകം മെത്തേഡ് വഴിയുള്ള GDP കണ്ടുപിടിക്കാനുള്ള ഫോർമുല R+W+I+P. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 3 മെത്തേഡുകൾ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഏതൊക്കെ മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്? ആ 3 മെത്തേഡുകളും കൂടെ ഒന്ന് പറയാം. ഏതൊക്കെ മെത്തേഡ് നമ്മൾ പറഞ്ഞു? ഒന്നാമത് പറഞ്ഞതാണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെ? ഒന്നാമത് പറഞ്ഞതാണ് പ്രോഡക്റ്റ് മെത്തേഡ്. അപ്പൊ പ്രോഡക്റ്റ് മെത്തേഡിലെ GDP കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞു. പ്രോഡക്റ്റ് മെത്തേഡിൽ 3 പ്രൈമറിയിലും ടേർഷറിയിലുള്ള വാല്യൂ ആഡഡ് അല്ലെ? ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് മെത്തേഡ്. അതിൽ കണ്ടുപിടിക്കാനുള്ളത് വാല്യൂ ആഡഡ് പ്ലസ് വാല്യൂ ആഡഡ് പ്ലസ് വാല്യൂ ആഡഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GVA കിട്ടും. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ GDP എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ എന്ത് പറഞ്ഞു? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കൺസംഷൻ പ്ലസ്, നിങ്ങൾ തന്നെ ഏറ്റു പറഞ്ഞ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് പിന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് GDP കിട്ടും. ഇനി അടുത്ത ഇൻകം മെത്തേഡിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞ ഇൻകം മെത്തേഡിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? റെന്റ് പ്ലസ്, കൂടെ പറഞ്ഞോളൂ നിങ്ങൾ, റെന്റ് പ്ലസ് വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് GDP കിട്ടും. ഇനി നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇന്ത്യ ഇതിൽ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്? ഇന്ത്യ ഇത് ഫോളോ ചെയ്യുന്നില്ല, ഇത് രണ്ടും ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞൊരു ഫോർമുല ഒന്നും കൂടെ പറഞ്ഞാൽ, ഗ്രോസിൽ നിന്ന് നെറ്റ് കിട്ടാൻ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമ്മൾ ഇന്നത്തേക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സാധനം കൂടെ ഒന്ന് നോക്കി വെച്ചേ. കണ്ടല്ലോ, എക്സ്പെൻഡിച്ചർ മെത്തേഡ് C+I+G+X-M, പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് റെന്റ് പ്ലസ് വേജസ് ഇൻകം മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് ആണെങ്കിലോ നമുക്ക് GVA എന്നുള്ള പേരിലാണ് കിട്ടുന്നത്. ഈ ഒരു സാധനം പഠിച്ചു വെക്കുക. പിന്നെ ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ നെറ്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോരെ? കാരണം കൂടുതൽ കാര്യങ്ങൾ മൈൻഡിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ എന്തായാലും എക്സാമിന് മുന്നേ തീർക്കും പോർഷൻ. അപ്പൊ പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു GDP എന്ന് പറയുന്ന പോർഷന്റെ ഇത്രയും കാര്യങ്ങൾ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ NDP, NNP അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം.